നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങി പ്രതിപക്ഷത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഇപ്പോൾ വലിയൊരു അസുഖമുണ്ട്. തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും തങ്ങൾക്ക് പഴയതുപോലെ വാർത്തകളിൽ പ്രാധാന്യം കിട്ടുന്നില്ല എന്നൊരു വലിയൊരു നിരാശ. ഈ ഒരു നിരാശ മാറ്റാൻ വേണ്ടി ദിവസവും ഓരോ മണ്ടൻ പ്രസ്താവനകളുമായി എത്തുന്ന പ്രതിപക്ഷ MLA PM മുഹമ്മദ് റിയാസിനാണ് ഇപ്പോൾ നിയമസഭയിൽ വെച്ച് പുതിയ ആരോഗ്യമന്ത്രി K മുരളീധരൻ ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നത്. പുതിയ UDF സർക്കാർ അധികാരമേറ്റ് വെറും 35 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കേരളത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധം പകർച്ചവ്യാധി പടരുന്നുവെന്നും ആരോഗ്യവകുപ്പ് തകരുന്നെന്നും പറഞ്ഞ് റിയാസ് മന്ത്രിസഭയിൽ അടിയന്തര പ്രമേയവുമായി വന്നിരിക്കുകയാണ്. ഒരു സർക്കാരിനെ വിലയിരുത്താൻ 35 ദിവസം പോരാ, പക്ഷേ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് ധാരാളമാണ്. LDF ഭരണത്തിന്റെ ആദ്യ മാസം കോവിഡിൽ നിന്നും ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഭരണം മാനം രക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്നൊക്കെയാണ് റിയാസിന്റെ വിലാപങ്ങൾ. 10 വർഷം ഒരു സംസ്ഥാനം ഭരിച്ചിട്ടും ആരോഗ്യവകുപ്പിലെ പിഴവുകൾ തിരുത്താൻ കഴിയാത്തവരാണ് ഒരു മാസം പ്രായമുള്ള സർക്കാരിനെ ഉപദേശിക്കാനായി വരുന്നത്. മുഹമ്മദ് റിയാസിന്റെ ഈ യുക്തിയില്ലാത്ത പരാമർശത്തിനും തള്ളലുകൾക്കും ആരോഗ്യമന്ത്രി K മുരളീധരൻ നൽകിയ മറുപടിയിൽ റിയാസിന് ഒന്നും മിണ്ടാതെ ഇരിക്കേണ്ടതായും വന്നു. റിയാസ് പറയുന്നത്ര ഭീകരമായ അന്തരീക്ഷമൊന്നും കേരളത്തിലോ ആരോഗ്യവകുപ്പിലോ ഇല്ല. ആരോഗ്യവകുപ്പ് നിലവിൽ നേരിടുന്ന ഏക പ്രശ്നം കഴിഞ്ഞ 10 വർഷത്തെ നിങ്ങളുടെ റീൽസ് കളിയും അവസാന 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു എന്ന് മുരളീധരൻ ആഞ്ഞടിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ആരോഗ്യരംഗത്ത് നിങ്ങൾ അത്ര വലിയ മാറ്റങ്ങളാണ് വരുത്തിയതെങ്കിൽ വെറും 35 ദിവസം കൊണ്ട് അതിനെ ഒന്നും തകർക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയുടെ PR വർക്കുകൾക്കും സോഷ്യൽ മീഡിയയിലെ റീൽസുകൾക്കും വിദേശയാത്രകൾക്കും നൽകിയ പ്രാധാന്യം ജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നൽകിയിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റീൽസ് ഇട്ട് ആളാകാൻ നോക്കിയ മുൻ മന്ത്രിമാരുടെ പിഴവുകൾ കാരണമാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഇത്രയും വലിയ പ്രതിസന്ധിയിലായതെന്ന് പുതിയ മന്ത്രി കൃത്യമായി തുറന്നു പറഞ്ഞും കഴിഞ്ഞു. റിയാസിന്റെ അടിയന്തര പ്രമേയത്തിലെ അടുത്ത വലിയ മണ്ടത്തരം നോക്കണം. പകർച്ചവ്യാധികൾ തടയുന്നതിൽ മുൻകൂട്ടി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമായിരുന്നു എന്നാണ് റിയാസ് കുറ്റപ്പെടുത്തുന്നത്. ഇതിന് മുരളീധരൻ നൽകിയ മറുപടി അതീവ കൃത്യതയുള്ളതായിരുന്നു. അതെ, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. പക്ഷെ അന്ന് ആരായിരുന്നു ഇവിടെ അധികാരത്തിൽ? അന്ന് ഞാനായിരുന്നു മന്ത്രിയെന്ന് മുരളീധരൻ ചോദിക്കുമ്പോൾ റിയാസിന് മറുപടിയില്ലായിരുന്നു. ഫെബ്രുവരിയിൽ ഭരണത്തിലിരുന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ മടിപിരിച്ചിരുന്നിട്ട് ഇപ്പോൾ വന്ന പുതിയ മന്ത്രിയെ കുറ്റം പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതുമാത്രമല്ല, കോഴിക്കോട് നിപ്പ ബാധിച്ച രോഗിക്ക് ആവശ്യമായ മരുന്ന് വെറും 24 മണിക്കൂറിനുള്ളിൽ ബഹ്റിനിൽ നിന്നും എത്തിച്ചു നൽകാൻ ഈ പുതിയ UDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. റിയാസ് അടക്കമുള്ളവർ മന്ത്രിയായിരുന്ന കഴിഞ്ഞ 5 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലയളവിൽ ഈ മരുന്ന് ഇന്നേ വരെ ആരോഗ്യവകുപ്പ് സ്റ്റോക്ക് ചെയ്തിട്ട് പോലുമില്ല. മുൻ സർക്കാരിനോട് കൂറ് കാണിച്ച് സിസ്റ്റത്തോട് സഹകരിക്കാതെ പിഴവ് വരുത്താൻ നോക്കിയ ചില ഉദ്യോഗസ്ഥരെ പുതിയ സർക്കാർ കസേര മാറ്റി ഇരുത്തിയിട്ടുണ്ട്. സിസ്റ്റത്തോട് സഹകരിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനും ഈ കസേരയിൽ ഇരിക്കില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് ലഭിക്കുന്നത്. റിയാസ് സഭയിൽ പറയുന്നത് പോലെ മന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ നിപയേക്കാൾ ഭയക്കണമെന്നാണ്. സ്വന്തം ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സ്വർണ്ണക്കടത്ത് മാഫികൾക്കും കരിമണൽ കമ്പനികൾക്കും ഒത്താശ ചെയ്തു കൊടുത്ത ചരിത്രമുള്ളവരാണിപ്പോൾ ഒരു മാസം പ്രായമുള്ള UDF മന്ത്രിമാരുടെ ഓഫീസിനെ കുറിച്ച് വ്യാജ കഥകൾ നിർമ്മിക്കുന്നത്. 101 വലുതാണ് 35 എന്ന് സഭയിൽ തെളിയിക്കുമെന്ന് റിയാസ് വെല്ലുവിളിക്കുമ്പോൾ അണികളെ തൃപ്തിപ്പെടുത്താൻ വലിയ വലിയ നമ്പറുകൾ പറയുന്നതല്ലാതെ ഈ പ്രസ്താവനകളിൽ യാതൊരുവിധ കഴമ്പുമില്ലെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. പഴയതുപോലെ മന്ത്രി പദവിയും പൈലറ്റ് വാഹനങ്ങളും ഇല്ലാത്തതുകൊണ്ടും മാധ്യമങ്ങൾ തന്നെ പൂർണ്ണമായും അവഗണിക്കുന്നതുകൊണ്ടുമുള്ള അമർഷമാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ സഭയിൽ വന്ന് തീർക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയവർ പുതിയ സർക്കാർ വന്ന് 35 ദിവസം തികയുമ്പോഴേക്കും വികസനം പഠിപ്പിക്കാൻ വരേണ്ടതില്ല. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ രാഷ്ട്രീയം കളിക്കുന്ന റിയാസിന്റെ കപട നാടകങ്ങൾ പൊളിച്ചടുക്കി ജനങ്ങൾക്ക് കൃത്യമായ ചികിത്സയും മരുന്നും ഉറപ്പാക്കുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രി VD സതീശനും ആരോഗ്യമന്ത്രി K മുരളീധരനും.